കർണാടകയിലെ ബാംഗ്ലൂരിൽ ബലന്തൂർ ഏരിയയിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അവിടെ ഒരു മാൻഹോൾ ഉണ്ടായിരുന്നു, ഡ്രെയിനേജിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ വെള്ളം തള്ളുന്നുണ്ടായിരുന്നു. ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങേറ്റ് കംപ്ലയിൻറ്റ് മുനിസിപ്പാലിറ്റിക്കാരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്നും കയറ്റി അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി പോകുന്നുണ്ടായിരുന്നു. എന്നാലും ഈ വെള്ളം എന്തോ ബ്ലോക്കായിട്ട് ഇങ്ങനെ തള്ളുന്നതാണ്, അതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. മുനിസിപ്പാലിറ്റിക്കാരാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം മാത്രം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകളാകപ്പാടെ മുനിസിപ്പാലിറ്റിക്കാരെ നല്ല രീതിയിൽ പ്രഷർ ചെയ്യാണ്. അവസാനം അവിടെ നിന്ന് ഒരാൾ വരികയാണ് ഈ മാൻഹോളിൽ ഇറങ്ങിയിട്ട് ആ ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വിടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ബ്ലോക്ക് ക്ലിയർ ആക്കാൻ വന്ന ആൾ ആ മാൻഹോളിലോട്ട് ഇറങ്ങി. ആൾ നോക്കുമ്പോൾ അവിടെ എന്തോ തടയുന്നുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ ആകപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. അത് ഒരു മനുഷ്യൻ്റെ ബോഡി ആയിരുന്നു. അങ്ങനെ ആളുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ബോഡി വലിച്ച് പുറത്തോട്ടിട്ടു. അതിനുശേഷം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ്, ഫോറൻസിക് ടീം എല്ലാവരും കൂടി ആ ഒരു സ്പോട്ടിൽ ആ സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ മീഡിയയും കാര്യങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതായത് 3 ദിവസമായിട്ടുള്ള ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിക്കാരോടും. എന്നിട്ടും ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം നോക്കുന്നതിന് വേണ്ടിയിട്ട്. 3 ദിവസമായിട്ട് പോലീസുകാർ എവിടെയായിരുന്നു, മുനിസിപ്പാലിറ്റിക്കാർ എവിടെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാടധികം ന്യൂസിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ കാര്യങ്ങൾ പോലീസിന് ഉണ്ടാവുകയാണ്. പോലീസുകാരങ്ങനെ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ട് നേരെ ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അവിടെ എത്തി ബോഡി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഫേസൊക്കെ ഏകദേശം ക്ലിയർ ആയി. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോലീസുകാർ ആ ഒരു ബോഡി കിട്ടിയ സ്ഥലത്തോട്ട് വരികയായിരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു ഇത് ആരുടെ ബോഡിയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരുപാടധികം ആളുകൾ ആ ഒരു ബോഡി വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഓംനാഥ് സിംഗ് എന്ന് പറയുന്ന 48 വയസ്സുള്ള ഒരാളുടേതായിരുന്നു ആ ഒരു ബോഡി. ആളുടെ നാട് ബീഹാറാണ്. ഇവിടെ പാൻ മസാല ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ സപ്ലൈയും കാര്യങ്ങളൊക്കെ ആളുടെ ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു ആളുടെ ബിസിനസ്. അപ്പോൾ ആൾ രാജേന്ദ്ര അപ്പാർട്ട്മെൻറ്റിൽ ആളുടെ വൈഫിൻ്റെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. കുഞ്ഞാദേവി എന്നായിരുന്നു ആളുടെ വൈഫിൻ്റെ പേര്. 35 വയസ്സായിരുന്നു അവരുടെ പ്രായം. അങ്ങനെ പോലീസുകാർ നേരെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി നോക്കുകയാണ്. എന്നാൽ ആളുടെ വീട് പൂട്ടി കിടക്കുകയായിരുന്നു. ദേവി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയൽവക്കത്തുള്ള ആളുകളോട് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചെങ്കിൽ പോലീസുകാർ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആ വീടും പൂട്ടി കിടക്കുകയായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ പോലീസിന് ദേവി തൻ്റെ ഹസ്ബൻഡിനെ കൊന്നിട്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതായിരിക്കാം എന്നുള്ളൊരു രീതിയിലുള്ളൊരു സംശയം തോന്നുകയാണ്. കാരണം അവരെ കാണാനില്ല. അപ്പോൾ ഡയറക്റ്റ്ലി ഈ ഒരു കേസിൽ അവർ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് അസ്യൂം ചെയ്യുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കാണാനില്ല എന്നുള്ളൊരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഇവർ ഒന്ന് കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പോലീസുകാർ ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാണ്. അപ്പോൾ ഫോൺ പല സ്ഥലത്തോട്ടും മൂവ് ചെയ്യുന്നവർക്ക് മനസ്സിലായി. ഇടയ്ക്ക് സ്വിച്ച് ഓൺ ആവുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈമിൽ ഡയറക്റ്റായിട്ട് അവർക്ക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് പോലീസുകാർ ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നെ വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയെ കൊണ്ട് ഒറ്റയ്ക്ക് അയാളെ കൊന്ന് ഇതേപോലെ തന്നെ ഒരു മാൻഹോളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ പറ്റില്ല. അവരൊരു സ്ത്രീയാണ്. അപ്പോൾ ഇയാളെ ഒറ്റയ്ക്ക് അത്രയും ദൂരം കൊണ്ടുവന്ന് ഡംപ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തുനിന്ന് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ദേവിയുടെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കാനുണ്ടായിരുന്നത്. അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാനുണ്ടായത്. ആ ഒരു സമയത്ത് പോലീസിന് സംശയിക്കാവുന്ന രീതിയിൽ യാതൊരു കോണ്ടാക്റ്റും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവരാകെ വിളിച്ചിരിക്കുന്നത് ഹസ്ബൻഡിനെ, പിന്നെ വീട്ടിലോട്ട്, പിന്നെ അടുത്ത കുറച്ച് ആളുകളെ മാത്രമേ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇങ്ങോട്ടും അവരിൽ നിന്ന് മാത്രമേ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോലീസുകാർ ചിന്തിച്ചത് ഇവർ വേറൊരു ഫോണിൽ നിന്നായിരിക്കാം ഇത്തരത്തിലുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു തരത്തിലായിരുന്നു. പോലീസുകാരങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ലൊക്കേഷൻ പോലീസിന് കിട്ടുകയാണ്. മാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു അവരുടെ ഫോൺ ഓൺ ആയിട്ടുണ്ടായിരുന്നത്. നേരെ അവിടെയുള്ള പോലീസുകാർക്ക് ഈ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ലോഡ്ജിൻ്റെ ലൊക്കേഷൻ ആയിരുന്നു. മാംഗ്ലൂർ പോലീസുകാർ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്ത്രീ ഇവിടെ റൂം എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. റിസപ്ഷനിലുള്ള ഒരു പയ്യൻ പറഞ്ഞു ഇവിടെ തന്നെയാണ് റൂം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പോലീസുകാർ നേരെ ആ ഒരു റൂമിൻ്റെ അവിടെ ചെന്ന് കയറി ഡോറിൽ മുട്ടുകയാണ്. അപ്പോൾ ഡോറ് തുറന്നത് ഈ ഒരു ദേവി തന്നെയായിരുന്നു. എന്നാൽ ദേവിയെ കൂടാതെ 2 പേർ കൂടെ ആ ഒരു മുറിയിലുണ്ടായിരുന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീയും. ഇവരെ 3 പേരെയും പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അയ്യപ്പസ്വാമി ദേവസ്ഥലം സ്ട്രീറ്റിലായിരുന്നു ഈ ഒരു ഓംനാഥ് സിംഗും അതുപോലെ തന്നെ ഭാര്യ ദേവിയും താമസിച്ചിരുന്നത്. ഇയാളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഇവരുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ തൊട്ടടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി നോക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പരിചയപ്പെടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ദേവി തൊട്ടടുത്ത വീട്ടിലോട്ട് പോയിട്ട് കോളിംഗ് ബെല്ല് അമർത്തുകയാണ്.
അപ്പോൾ ഒരു സ്ത്രീ വന്ന് ഡോറ് തുറന്നു. ആ ഒരു സ്ത്രീയെ കണ്ട ഈ ഒരു ദേവിയും ഞെട്ടിപ്പോയി, ദേവിയെ കണ്ട ആ ഒരു സ്ത്രീയും ഞെട്ടിപ്പോവുകയാണ്. അവരുടെ പേര് റൂബി എന്നായിരുന്നു. റൂബിയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള വിശാലും ആയിരുന്നു അവിടുത്തെ പുതിയ താമസക്കാർ. എന്നാൽ ഇവർക്കിടയിൽ വേറൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിൽ ഇവർ അടുത്തടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അതായത് ഇവർ ബീഹാറുകാരായിരുന്നു എന്നുണ്ടെങ്കിലും ഗുജറാത്തിൽ കുറച്ചാളുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവർ തൊട്ടടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ പഴയ അയൽക്കാർ പുതിയതായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരും ഇവർ തന്നെ അയൽക്കാരായിട്ട് വന്നപ്പോൾ ഇവർ ആകെപ്പാടെ ആശ്ചര്യപ്പെടുകയാണ്. ഇവർ വന്നത് അറിഞ്ഞിട്ട് നേരെ സിംഗും അങ്ങോട്ട് വരികയാണ്. അവരങ്ങനെ ഇരുന്നങ്ങായിട്ട് സംസാരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സിംഗ് ഇങ്ങനെ വിശാലിനോട് ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ ബാംഗ്ലൂർ പരിപാടി എന്നുള്ളത്. അപ്പോൾ ആളുടെ അവസ്ഥ പറയുകയാണ്. നാട്ടിലുണ്ടായിരുന്ന ജോലിയും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നത്തിലായിരുന്നു. പിന്നെ ശമ്പളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആ ഒരു ജോലി ലഭിക്കുകയാണ്. വൈഫിനൊരു ജോലി ലഭിച്ചു. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വേണം ഒരു ജീവിതം നല്ല രീതിയിൽ കരകയറ്റാൻ എന്നുള്ളൊരു കാര്യം ഈ ഒരു വിശാൽ ഇങ്ങനെ സിംഗിനോട് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ച് പിരിഞ്ഞു പോയി. എന്നാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിന് ഈ വിശാലിൻ്റെ ഭാര്യ റൂബിയെ പണ്ട് തൊട്ടേ ഒരു നോട്ടുണ്ടായിരുന്നു. അവർ ഗുജറാത്തിലുണ്ടായിരുന്ന ടൈം തുടങ്ങിയിട്ട് ആളിങ്ങനെ റൂബിയുടെ അടുത്ത് പോയിട്ട് പല കാര്യങ്ങളിങ്ങനെ പറയാറുണ്ടായിരുന്നു. നല്ല രീതിയിൽ ട്രൈ ചെയ്തിരുന്നു ഇവർ. എന്നാലും ആളെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സിംഗ് ചിന്തിച്ചത് വേറൊരു തരത്തിലാണ്. കഴിഞ്ഞ തവണ എനിക്ക് എന്തായാലും അവളെ കിട്ടിയില്ല, ഇത്തവണ വീണ്ടും തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത്തവണ എന്ത് വില കൊടുത്തും അവളെ എൻ്റെ വരുതിയിലാക്കണം എന്നുള്ളൊരു കാര്യം ഇയാൾ ചിന്തിക്കുകയാണ്. അതിനുശേഷം ഇടയ്ക്കിടെ സിംഗ് നേരെ റൂബിയുടെ അടുത്തോട്ട് പോകാനായിട്ട് തുടങ്ങി. എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്തെങ്കിലും സഹായം വേണോ, അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് തുടങ്ങി. നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ റൂബിക്ക് ഇത് മനസ്സിലാവുകയാണ്. അതായത് ഒരു പുരുഷൻ തൻ്റെ അടുത്ത് എന്ത് ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇയാളുടെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ റൂബിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂബി നൈസായിട്ട് ഒഴിഞ്ഞു മാറാനുണ്ടായത്. മാക്സിമം ഇയാളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തു. എന്നാൽ ഈ ഒരു സിംഗ് ട്രൈ ചെയ്യുന്നത് നിർത്തിയില്ല. എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ചാൻസ് കിട്ടും, അപ്പോൾ ആ ഒരു ടൈം വരെ താൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതായിരുന്നു ഇയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ആൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ചാൻസ് ആൾക്ക് ലഭിക്കുകയാണ്. വിശാലിന് പണത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് വീട് മാറി വന്നതാണ്. അതുപോലെ തന്നെ വേറെയും കുറേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആളൊരു 2-3 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആൾക്ക് ഇങ്ങനെ പണം സെറ്റിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഈ ഒരു കാര്യം ഇതുപോലെ തന്നെ ഈ എന്താ പറയുക സിംഗും അറിയാണ്. ആളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് പൈസക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാളിങ്ങനെ വിശാലിനെ സഹായിക്കുകയാണ് ഉണ്ടായത്. ആള് സഹായിച്ചതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പൈസ എന്തായാലും വിശാലിന് പെട്ടെന്നുകൊണ്ട് തരാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ പേര് പറഞ്ഞ് റൂബീനെ നമുക്ക് വരുതിയിലാക്കാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു പണം വാങ്ങിയിട്ട് അവധി പറഞ്ഞ ദിവസം എത്തി. ഈ ഒരു ദിവസമായിരുന്നു ഈ സിംഗ് വെയിറ്റ് ചെയ്തിരുന്നത്. അന്ന് തുടങ്ങിയിട്ട് ആൾ വിശാലിനോട് പണം ചോദിക്കാനായിട്ട് തുടങ്ങി. വിശാലിൻ്റെ കയ്യിൽ ആ ഒരു പണം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആൾക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ സാധാരണ പലിശക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ദിവസം ഒരാഴ്ച അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുമായിരുന്നു. എന്നാൽ ഇയാളാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഇൻറ്റൻഷൻ തന്നെ ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെയിലി ബേസിസിൽ ഒരു വിശാലിനെ ഈ പൈസയുടെ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പിന്നെ തുടങ്ങി. അതായത് തൊട്ട അയൽക്കാരനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ കാണാതെ പോകാനോ അങ്ങനെയുള്ള ഒരു പരിപാടിയും നടക്കില്ല. അങ്ങനെ ആളാകപ്പാടൊരു മാനസിക വിഷമത്തിലോട്ട് പോവുകയാണ്. ആളുടെ വൈഫാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. തൻ്റെ ഹസ്ബൻഡിന് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവരും ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അവരും ജോലിക്ക് പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇയാളുടെ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇയാളിങ്ങനെ ചോദിക്കുന്നത് നിർത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശാൽ ജോലിക്ക് പോയി. എന്നാൽ അന്നത്തെ ദിവസം റൂബി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരിങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയം സിംഗ് ആളുടെ ഒരു അവസരമായിട്ട് എടുക്കുകയാണ് ഉണ്ടായത്. ആൾ നേരെ തന്നെ വിശാലിൻ്റെ വീട്ടിലോട്ട് കയറി ചെന്നു. എന്നിട്ട് റൂബിയുടെ അടുത്ത് പോയിട്ട് ഡയറക്റ്റായിട്ട് കാര്യം പറയുകയാണ്. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിൻ്റെ കൂടെ കിടക്ക പങ്കിടണം. അതിന് എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരാം, നിന്നെ ഞാൻ റാണിനെ പോലെ നോക്കാം, നിനക്ക് എത്ര പൈസ വേണമെന്നുണ്ടെങ്കിലും തരാം, നിൻ്റെ ഭർത്താവിൻ്റെ പൈസയുടെ കാര്യത്തിലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയെ കയറി പിടിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് കേട്ട് ക്ഷുഭിതയായ റൂബി ആളുടെ കൈ തട്ടി മാറ്റിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് അയാളോട് ആക്രോശിക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് സിംഗ് ആളുടെ തനി സ്വഭാവം പുറത്തോട്ടെടുക്കുകയായിരുന്നു ഉണ്ടായത്. ആളുടെ മട്ടും മാറി. ആൾ പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങിയിട്ടുള്ളത്, ആൾ ഇതുവരെ അത് തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇനിയും ആളുടെ മേൽ നല്ല രീതിയിൽ പ്രഷർ ചെയ്യും,
എന്നിട്ടും എനിക്ക് എൻ്റെ പണം പെട്ടെന്നുകൊണ്ട് തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നിട്ട് ഇയാൾ എന്നെ പറ്റിച്ച് പണം വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കേസ് കൊടുക്കും. അപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് എന്തായാലും ജയിലിലോട്ട് പോകും. അപ്പോൾ എന്തായാലും എനിക്ക് വഴങ്ങി തരുന്നതാണ് നല്ലത് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഈ റൂബി ആകപ്പാടെ പകച്ചു പോവാണ്. എന്താണ് ചെയ്യുക എന്നുള്ളത് അറിയാതെ ആകപ്പാടെ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. ആകപ്പാടെ സ്റ്റക്കായി നിന്നു. ആ ഒരു സ്റ്റക്കായി നിന്ന ഒരു മൊമെൻറ്റ് ഈ സിംഗ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുകയാണ്. നേരെ ആ ഒരു സ്ത്രീയെ അടുത്തോട്ട് ചെല്ലുകയും അതിനുശേഷം ആ ഒരു സ്ത്രീയെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സിംഗ് റൂബിയോട് പറഞ്ഞു, ഇനി തുടങ്ങി എന്നും എനിക്ക് നിന്നെ വേണം, എൻ്റെ പൈസ കിട്ടുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് ഇത് അറിയണ്ട, പിന്നെ നീ നാളെ തുടങ്ങി ജോലിക്ക് പോകണ്ട, നീ എന്ത് പറഞ്ഞിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നു, എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നാളെ തുടങ്ങി എല്ലാ ദിവസവും വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം വിശാൽ വന്നു. വിശാൽ വന്നപ്പോൾ റൂബി പറഞ്ഞു, ഇനി തുടങ്ങി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ആകെപ്പാടെ വയ്യ, അതുകൊണ്ട് എനിക്ക് എന്തായാലും ജോലിക്ക് പോകാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയുകയാണ്. വിശാലിനറിയാം വീട്ടിൽ സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വൈഫിന് വയ്യാത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ നീ വീട്ടിൽ തന്നെ ഇരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം തുടങ്ങിയിട്ട് വിശാൽ സാധാരണ പോലെ ജോലിക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ, അതായത് സിംഗ്, അതിനുശേഷമുള്ള 2-3 മാസം ഡെയിലി ഈ ഒരു സ്ത്രീയുടെ വീട്ടിലോട്ട് വന്ന് ഫോഴ്സ്ഫുള്ളി ഈ ഒരു സ്ത്രീ റേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പല നാൾ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നാൾ പിടിക്കപ്പെടുമല്ലോ. അത് തന്നെയാണ് ഈ ഒരു കേസിലും സംഭവിച്ചത്. ഒരു ദിവസം വിശാൽ ജോലി വേഗം കഴിഞ്ഞിട്ട് ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലോട്ട് എത്തുകയാണ്. വീട്ടിലോട്ടെത്തി വീടിൻ്റെ അവിടെ ഡോറിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ആളകത്ത് നിന്ന് ദേവി കരയുന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ ആൾ ഡോറ് തുറക്കാതെ പതിയെ ജനൽ തുറന്ന് നോക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അയൽക്കാരനായിട്ടുള്ള സിംഗും ഇതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു ആൾ കണ്ടത്. അപ്പോൾ ഇത് കണ്ട ആളാകപ്പാടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കമ്പനിയിലോട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം പല ചിന്തകളും ആളുടെ ഉള്ളിൽ വരികയാണ്. എൻ്റെ ഭാര്യ എന്നെ ചതിച്ചതാണോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഭാര്യ കരയെന്ന് വെച്ച് കേട്ടല്ലോ, അതെന്തുകൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെയുള്ളൊരു 100 ചിന്തകൾ ആളുടെ ഉള്ളിലുണ്ടായി. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ആൾ നേരെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. വീട്ടിലോട്ട് ചെന്നിട്ട് ആൾ ഈ ഒരു സ്ത്രീയുടെ അടുത്ത്, റൂബിയുടെ അടുത്ത് ആൾ കണ്ട കാര്യം പറഞ്ഞു. താനിന്ന് ഉച്ചക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു എന്നും പറയുകയാണ്. ഇത് കേട്ട റൂബി ആകപ്പാടെ കരഞ്ഞുകൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അപ്പോൾ ഇയാളാകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടായി. ഇതിനെല്ലാം കാരണക്കാരൻ താനാണല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്ക് വന്നത്. താൻ പൈസ കടം വാങ്ങിയത് കൊണ്ട് തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയുള്ളൊരു ഗതി വന്നത് എന്നുള്ള കാര്യം ആൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിംഗിനെ കൊല്ലാനുള്ളൊരു ദേഷ്യം ആൾക്ക് വരികയാണ്. അതായത് പൈസ കടം വാങ്ങിച്ചത് ഓക്കെ, വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ എന്താ പറയുക, പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിലോ അതൊക്കെ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പൈസ വാങ്ങിയെന്ന് പറഞ്ഞ് ഭാര്യയെ റേപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിലും അയാൾ അവസാനം കണ്ടിട്ട് തന്നെ ഞാൻ അടങ്ങുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇയാൾക്ക് വരികയാണ്. അങ്ങനെ സിംഗിനെ ഇല്ലാതാക്കാൻ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുകയാണ്. അവരുടെ പ്ലാൻ പ്രകാരം ഒരു ദിവസം വിശാൽ പുറത്തു പോകുന്ന സമയത്ത് സിംഗിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു 5 ദിവസം ഇവിടെ ഉണ്ടാകില്ല, എനിക്ക് ജോലി സംബന്ധമായിട്ടൊരു യാത്രയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ പോവുകയാണ് ഉണ്ടായത്. ഇത് കേട്ട സിംഗ് ആകെപ്പാടെ സന്തോഷിച്ചു. അതായത് ഇനി തുടങ്ങി രാത്രിയും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ കയറി ഇറങ്ങി നടക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് രാത്രി തന്നെ ഇയാൾ നേരെ സ്വന്തം ഭാര്യയുടെ അടുത്ത് നുണയും പറഞ്ഞുകൊണ്ട് ഈ വിശാലിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അത് തന്നെയായിരുന്നു ദേവി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിരുന്നതും. ആൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ദേവി ഈ ഒരു വിശാലിന് മിസ് കോൾ അടിക്കുകയായിരുന്നു. ഇയാൾ വീട്ടിലെത്തി ആ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിശാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് ഡോറ് തുറന്ന് കയറി വരികയാണ്. ഇത് കണ്ട് സിംഗ് ആകപ്പാടെ ഞെട്ടിപ്പോയി. അതായത് യാത്ര പോകണമെന്ന് പറഞ്ഞു പോയ ആളുടെ യാത്ര മുടങ്ങി തിരിച്ചു വന്നതാണോ, ഇപ്പോൾ ഞാൻ പിടിക്കപ്പെട്ടു, എന്താണ് സംഭവം എന്നുള്ളത് ആൾക്ക് മനസ്സിലായില്ല. എന്തായാലും പെട്ടു എന്നുള്ള കാര്യം ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു സമയത്ത് വിശാൽ തന്നെ പറഞ്ഞു, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ അറിയാം, എന്താണെന്നുണ്ടെങ്കിലും നീ ഇനി ഇവിടെ നിന്ന് ജീവനോടെ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അയാളെ ഒരു കസേരയിൽ കെട്ടിയിടുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2-3 ദിവസം അയാളെ ചിത്രവധം ചെയ്യുകയായിരുന്നു. വളരെ ക്രൂരമായിട്ട് അയാളെ ഇവർ രണ്ടുപേരും കൂടെ പീഡിപ്പിച്ചു. അതിനുശേഷം ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൊട്ടടുത്ത വീടാണല്ലോ ഇയാളുടെ വീട്, ഇയാളുടെ വീട്ടിലോട്ട് പോയിട്ട് ഇയാളുടെ ഭാര്യനോട് ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ പാൻ മസാലയുടെ ബിസിനസ്സിന് പോയിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവർ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ നടന്നത്. അപ്പോൾ ഈ ദേവി എന്ന് പറയുന്ന സ്ത്രീ നേരെ ഇവരെ കൂടെ ഇവരുടെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഈ കസേരയിലിരിക്കുന്ന ഹസ്ബൻഡിനെ കണ്ടു. ഇയാളാണെന്നുണ്ടെങ്കിൽ ദേവിയെ തലപൊക്കി നോക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു.
അപ്പോൾ ഈ ദേവിയും പറഞ്ഞു ഇയാളിനി എനിക്ക് വേണ്ട, ഞാൻ ഇയാളുടെ അടുത്ത് ജെനുവിനായിരുന്നു. ഒരു സ്ത്രീയെ, ഒരു ചെറിയൊരു പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായിട്ട് ഇങ്ങനെ റേപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് പറയുകയാണ്. അതിനുശേഷം ഇവർ പോലീസിൽ പറയുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചു കേട്ടോ. അപ്പോൾ ഇവർ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൂബിക്ക് തന്നെ അത് വലിയൊരു പ്രശ്നമായിരിക്കും, പിന്നെ അവരെക്കുറിച്ച് ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ അറിയും, അപ്പോൾ അത് വലിയൊരു അപമാനമാവും. അതുപോലെ തന്നെ ഇയാളുടെ വീട്ടുകാർക്കൊക്കെ വലിയ പ്രശ്നങ്ങളായിരിക്കും. അതായത് ഈ സിംഗിൻ്റെ ഫാമിലി മെമ്പേഴ്സിന്, അതുപോലെ തന്നെ ദേവിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ നാണം കെടും. അതുകൊണ്ട് തന്നെ ഇയാളെ കൊന്നുകളയാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് തന്നെ ഇവരും എത്തുകയാണ്. വിശാലും റൂബിയും കൂടെ ഇയാളെ കൊലപ്പെടുത്തുന്നതിന് ആ ഒരു സ്ത്രീയും വിറ്റ്നസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് ഇവർ ആ ഒരു ബോഡി കൊണ്ടുപോയിട്ട് ആ മാൻ ഹോളിൽ ഡംപ് ചെയ്യുന്നതും അതിനുശേഷം വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നതും. പിന്നെ അവർ സ്ഥലങ്ങൾ മാറി മാറി താമസിക്കാനായിട്ട് തുടങ്ങി. ഇതേപോലെ തന്നെ ബോഡി കണ്ടെടുത്തതൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ ഇവരുടെ അടുത്തോട്ട് എത്തുകയാണ്, ഇവരെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർ കസ്റ്റഡിയിലാണ്, അതുപോലെ തന്നെ കേസ് കോടതിയിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പ്ലീസ് സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.